രാമായണത്തിലെ എക്കാലത്തും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയം ശ്രീരാമൻ ചെയ്ത ബാലിവധം ധാർമ്മികമാണോ? നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ബാലി സുഗ്രീവന്റെ മാത്രം ശത്രുവായിരുന്നു, രാമന്റെ അല്ല. രാമന്റെ രാജ്യത്തോടോ ബാലി യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. മാത്രവുമല്ല, തന്റെ ഒരു കാട്ടുരാജാവായ ബാലിയുടെ രാജ്യത്തേക്ക് വെറും ഒരു നാട്ടുരാജാവായും, അതും രാജാവല്ലായിരുന്നു, വാനവാസത്തിന് വന്ന രാമൻ, നാട്ടുരാജാവായ രാമൻ കാട്ടുരാജാവായ ബാലിയുടെ നടത്തിയ ഒരു അധിനിവേശമായി നമുക്ക് ഈ യുദ്ധത്തിനെ കാണാം. അത്തരത്തിലൊരു അധിനിവേശം ശങ്കിക്കേണ്ടതുണ്ടോ? പറയാം. ഭരതന് കീഴിൽ അധർമ്മികളായ രാജാക്കന്മാരെ വധിക്കുവാൻ എന്ന നിലയിലാണ് ശ്രീരാമൻ വന്നതെന്ന് ബാലി ഈ ചോദ്യം മരണാവസ്ഥയിൽ ശ്രീരാമനോട് ചോദിക്കുമ്പോൾ ശ്രീരാമൻ പറയുന്നുണ്ട്. അതായത് ഇക്ഷ്വാകുകൾ കൊടുത്ത സ്ഥലമാണ് ദശരഥന് ഇക്ഷ്വാകുകൾ കൊടുത്ത സ്ഥലമാണ് കിഷ്കിന്ധം. അങ്ങനെ ഇരിക്കെ ഒരു രാജാവിന് കീഴിലുള്ള നാട്ട് രാജാക്കന്മാരോ മറ്റ് രാജാക്കന്മാരോ തെറ്റു ചെയ്താൽ അവരെ ആ രാജാക്കന്മാരുടെ ആൾക്കാർക്ക് വധിക്കാവുന്നതാണ്, ദണ്ഡം വിധിക്കാവുന്നതാണ്. അതിൽ രാമൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ബാലി അധർമ്മിയായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. അതിനെ എങ്ങനെ സാധൂകരിക്കുന്നു? ബാലി ഒരിക്കലും ഒരു അധർമ്മിയല്ല. ബാലി വളരെ നല്ലൊരു മനുഷ്യനാണ്. ബാലി ദേവാംശമുള്ളൊരു വാനര രാജാവാണ്. പോരാത്തതിന് ഇന്ദ്രന്റെ അംശമാണ്. ശ്രീരാമന് വേണമെങ്കിൽ ഹനുമാന്റെയും ബാലിയുടെയും സംയോഗത്തിക ശക്തിയിൽ സീതാദേവിയെ രക്ഷിക്കാമായിരുന്നു. കാരണം ബാലിയുടെ മരണസമയത്ത് തന്നെ ശ്രീരാമൻ പറയുന്നുണ്ട്, തന്നെ കണ്ടിരുന്നെങ്കിൽ താൻ ഭക്തി പരവശനായി പോകുമെന്ന്. ആ നിലയ്ക്ക് ശ്രീരാമന് വേണമെങ്കിൽ ബാലിയെ ക്ഷണനേരം കൊണ്ട് നന്നാക്കി എടുക്കാമായിരുന്നു. പിന്നെ ബാലി ആ ഒരു സമയത്ത് രാവണനെ തോൽപ്പിക്കുന്നുണ്ട്, ഒരു വിറകുകെട്ടിന്റെ രീതിയിൽ തോൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീരാമന് വേണമെങ്കിൽ ബാലിയുടെയും സുഗ്രീവന്റെയും ഹനുമാന്റെയും സംയോജക ശക്തിയിൽ രാവണനെ കൊല്ലാമായിരുന്നു. ശ്രീരാമൻ വെറുതെ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കേണ്ട യാതൊരു ആവശ്യമുണ്ടായിരുന്നില്ല. എങ്ങനെ പ്രതികരിക്കുന്നു? ബാലി തികച്ചും ഒരു അധർമ്മി തന്നെയാണ്. ഔരസ്യം ഭഗിനി ചാപി ഭാര്യാം വാപ്യനുജസ്യയഃ പ്രജരേത നരഃ കാമാത് തസ്യ ദണ്ഡോ വധഃ സ്മൃതഃ എന്നാണ് പ്രമാണം. അങ്ങനെ ഇരിക്കെ ബാലിയെ വധിച്ചത് എന്തുകൊണ്ടും ധർമ്മം തന്നെയാണ്. അനുജന്റെ ഭാര്യയെ കാമാൽ പ്രാപിക്കുന്നവൻ അവന് വിധിച്ചിരിക്കുന്ന ദണ്ഡം വധം തന്നെയാണ്. ഭരതാജ്ഞ അനുസരിച്ച് പ്രവർത്തിച്ച രാമന് അത് തീർച്ചയായും ധർമ്മം തന്നെയാണ്. മാത്രവുമല്ല, പ്രതിജ്ഞയാണ് സുഗ്രീവന് കൊടുത്തത്. സ്വന്തം സഖ്യത്തിലേർപ്പെട്ട് സ്വന്തം സുഹൃത്തിന് നിറവേറ്റേണ്ട പ്രതിജ്ഞയായിരുന്നു രാമൻ ചെയ്തിരുന്നത്. വളരെ ശക്തമായ ഒരു ആശയമാണ്. ഇതിനെങ്ങനെയാണ്? ഭാര്യയെ ബാലി ഒരിക്കലും അപഹരിച്ചിട്ടില്ല. രുമയ്ക്ക് വേണ്ട സംരക്ഷണമാണ് അവിടെ ബാലി ചെയ്തിരിക്കുന്നത്. പോരാത്തതിന് മഹാത്മാവായ വാൽമീകി രാമായണത്തിൽ എവിടെയും ബാലി വേറൊരു സ്ത്രീയോടുള്ള അടുപ്പം കാണിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള ബാലി എന്തുകൊണ്ടാണ് ശ്രീരാമൻ കൊല്ലുന്നത്? ഇതൊരിക്കലും ധാർമ്മികമല്ല. പിന്നെ ഒരു സുഗ്രീവൻ, ഒരു അനിയനായ സുഗ്രീവനോട് സഖ്യം ചെയ്ത് ജ്യേഷ്ഠനായ ബാലി, അതായത് ശക്തി കൊണ്ടും ജ്യേഷ്ഠനായതുകൊണ്ടും രാജാവാൻ 100% യോഗ്യനായ ബാലിയെ വധിച്ചത്, ശ്രീരാമൻ വധിച്ചത് 100% തെറ്റ് തന്നെയാണ്. നിങ്ങൾ പറഞ്ഞല്ലോ അതുപോലെ. പക്ഷെ ബാലി ഒരു അവിവേകിയായിരുന്നു. അങ്ങനെയുള്ള അവിവേകിക്ക് അഹങ്കാരം വളരെയധികം കൂടുതലായിരിക്കും. സുഹൃത്തെ, ഈ ഭൂമിയിൽ ആർക്കാണ് അഹങ്കാരം ഇല്ലാത്തത്? ആർക്കാണ് ദുർഗുണങ്ങൾ ഇല്ലാത്തത്? അതിനെ എങ്ങനെയാണ് നമ്മൾ ന്യായീകരിക്കുക? ദുർഗുണങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്, അങ്ങനെയാണോ വേണ്ടത്? അങ്ങനെയല്ല. ധർമ്മമാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നവരെ തീർച്ചയായും ദണ്ഡനം ചെയ്യുക എന്നതൊരു ക്ഷത്രിയന്റെ ധർമ്മം തന്നെയാണ്. അതുകൊണ്ട് ബാലിവധം ധാർമ്മികം തന്നെയാണ്. അങ്ങനെയല്ല എന്ന് ആർക്ക് പറയാൻ സാധിക്കും? പറയാൻ സാധിക്കുമോ? ഇവിടെ ശ്രീരാമൻ ദേവാംശമാണ്. രാമനും ദേവാംശം ബാലിയും ദേവാംശം തന്നെയാണ്. ഇവിടെ ശ്രീരാമനെ വന്ന് ബാലിയെ ഒരു നോക്ക് കണ്ടു കഴിഞ്ഞാൽ ബാലി മനുഷ്യത്തിൽ നിന്ന് ശാപം കാരണം വാനരനായതാണ്. ഇവിടെ ശ്രീരാമന്റെ ഒരു ദർശനം കാരണം ബാലി തിരിച്ച് വാനരത്തിൽ നിന്ന് മനുഷ്യത്വം വന്ന് തിരിച്ചറിവ്, മനുഷ്യന്മാർക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് തിരിച്ചറിവ്. ആ തിരിച്ചറിവുള്ള ബാലിയെ ശ്രീരാമന് നന്നാക്കാൻ വരുന്നു. ശ്രീരാമൻ ബാലിയുടെ ജീവൻ അപഹരിക്കുന്നതൊക്കെ എത്രയോ നല്ലതാണ്. ആ സ്വഭാവം തിരിച്ചു കൊടുക്കുന്നത്. ബാലിക്ക് അങ്ങനെ ഒരു അവസരം കൊടുത്തില്ല ശ്രീരാമൻ. സുഹൃത്തെ, സുഗ്രീവന് തന്റെ രാജ്യവും തന്റെ പത്നിയും തിരിച്ചു കൊടുക്കുന്നതിലൂടെ സുഗ്രീവൻ തിരിച്ചൊരു പ്രത്യുപകാരം ചെയ്യും എന്ന് ശ്രീരാമൻ ഉറപ്പു പറയാം. എന്നാൽ ബാലിക്ക് ശ്രീരാമൻ ഉപകാരമൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ബാലി ശ്രീരാമനെ സഹായിക്കും എന്ന് ശ്രീരാമൻ ഉറപ്പു പറയാൻ പറ്റില്ല. അതും അല്ലാണ്ടിട്ട് ബാലി ഒരു വാനരമാണ്. വാനരം മൃഗസമരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. മൃഗത്തിനെ ക്ഷത്രിയന് ഒളിയമ്പ് ചെയ്തോ അല്ലാതെയോ വധിക്കാവുന്നതാണ്. അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അങ്ങനെ വധിക്കാവുന്നതാണ്. ബാലി സുഗ്രീവന്മാർ ജനിച്ചത് മനുഷ്യ രൂപത്തിലായിരുന്നു. തുടർന്ന് ശാപം
കാരണമാണ് അവർ വാനരന്മാരായത്. മനുഷ്യനായി ജനിച്ചത് കൊണ്ട് മനുഷ്യത്വം അവരുടെ ഉള്ളിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാലി ഒരു വാനരനാണെങ്കിൽ ശ്രീരാമൻ എന്തിനാണ് സുഗ്രീവന്റെ അടുത്ത് സഖ്യം വെച്ചത്? സുഗ്രീവൻ ഒരു മൃഗമല്ലേ? ബാലിയും സുഗ്രീവനും മനുഷ്യത്വം ഉള്ളവരാണ്. അതുകൊണ്ട് ശ്രീരാമൻ ഒരിക്കലും ബാലിയെ വധിക്കാൻ പറ്റില്ല. ബാലി മൃഗമാണെന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ സുഗ്രീവനും അതുപോലെ തന്നെ വാനരനാണ്. നിങ്ങളുടെ ശക്തമായ പോയിന്റുകൾ പറഞ്ഞ് 2 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. വീണ്ടും ഞാൻ പറയുന്നു സുഹൃത്തെ, സീതാദേവി അപഹരിക്കുമ്പോൾ സീതയുടെ ആഭരണങ്ങൾ ലഭിക്കുന്നത് സുഗ്രീവനാണ്, ബാലിക്കല്ല. തെളിവ് സുഗ്രീവനോട് സഖ്യം ചെയ്താൽ മാത്രമേ സീതയെ കണ്ടുപിടിക്കാനുള്ള ഒരു അവസരം കൂടുതൽ ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. സഖ്യത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. 1 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ രാവണനെ തോൽപ്പിച്ചവനാണ് ബാലി. ബാലി ഒന്ന് ഞൊടിയിടയിൽ ബാലിക്ക് രാവണനെ എത്തിക്കാമായിരുന്നു. പിന്നെ താങ്കൾ പറഞ്ഞല്ലോ ബാലിക്ക് ഇത്രയും ദുർഗുണങ്ങൾ ഉണ്ടെന്ന്. പാലായി മഥനത്തിൽ ദേവന്മാരെ ദൈത്യവർഗത്തിൽ നിന്ന് രക്ഷിച്ചനാണ് ബാലി. മാത്രമല്ല ദേവന്മാരാൽ പാലയിൽ നിന്ന് ഉയർന്നു വരുന്ന പല സാധനങ്ങളും വിശിഷ്ട വസ്തുക്കളാണ്. അതിൽ പഞ്ചകങ്ങളിൽ സ്ത്രീ പഞ്ചകങ്ങളിൽ ഒരുവളായ താരയെ ബാലിക്ക് കൊടുക്കണമെങ്കിൽ ബാലിയുടെ എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾക്ക് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. ബാലി അവിവേകിയായിരുന്നു. ബാലി രാവണനെ പിടിച്ചു കെട്ടാൻ പോകുന്നതിന് പകരം അഹങ്കാരം മൂത്ത് ചിലപ്പോൾ വധിക്കുമായിരുന്നു. രാവണൻ മൃഗങ്ങളാൽ വധിക്കപ്പെടരുത് എന്നൊരു വരം ചോദിച്ചിട്ടില്ല. ചോദിച്ചിട്ടുള്ളത് മനുഷ്യരാൽ വധിക്കപ്പെടാം എന്ന് മാത്രമാണ്. ശ്രീരാമന്റെ അവതാര ലക്ഷ്യം രാവണവധമാണ്. ഈ ബാലിയുമായിട്ട് സഖ്യം ചെയ്തിരുന്നെങ്കിൽ ശ്രീരാമന്റെ ആവശ്യമേ അവിടെ വരില്ലായിരുന്നു. ബാലി തന്നെ അത് ചെയ്യുമായിരുന്നു. നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാം. 30 സെക്കൻഡ്. അവിടെ ബാലിയുടെ വീര്യം കൊണ്ട് രാവണൻ ബാലിയെ കൊല്ലാനാണ് വന്നത്. രാവണൻ താനേക്കാൾ വലിയ രാജാവ് ഉണ്ടാകുമോ എന്നുള്ള ഭയത്തിലാണ് ബാലിയെ കൊല്ലാൻ വരുന്നത്. അല്ലാണ്ട് ബാലി അഹങ്കാരം മൂത്തിട്ടല്ല. രാവണനാണ് അവിടെ ബാലിയെ കൊല്ലാൻ വരുന്നത്. പോരാത്തതിന് നല്ലൊരു വ്യക്തിയാണ് അവിടെ ബാലി സുഗ്രീവ പത്നിയെ സംരക്ഷിക്കുന്നു. പോരാത്തതിന് വളരെ നല്ല കാര്യം തന്നെയാണ് ഇവിടെ ബാലി ചെയ്യുന്നത്. നിങ്ങളുടെ ആ പോയിന്റ് മാത്രം പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യും. ബാലി ഒരിക്കലും നല്ലൊരു വ്യക്തിയായിരുന്നില്ല. ബാലിക്ക് ധർമ്മം, അർത്ഥം, കാമം, ലോകനീതി ഇവയൊന്നും അറിയുമായിരുന്നില്ല. തീർച്ചയായിട്ടും വളരെ ശക്തമായിട്ടുള്ള വാദമായിരുന്നു. ബാലിയുടെ ബലത്തെക്കുറിച്ച്, ബാലിയുടെ പൂർവ്വകഥകളെക്കുറിച്ച്, ബാലിയുടെ ശക്തിയെക്കുറിച്ച് ഒക്കെ നിങ്ങൾ വളരെ കൃത്യമായി സംസാരിച്ചു. പക്ഷേ ബാലി അധർമ്മിയായിരുന്നു. ബാലി ചെയ്ത അനീതികളെ കുറിച്ച് നിങ്ങളും സൂചിപ്പിച്ചു. വളരെ സഫലമായ, വളരെ കൃത്യമായ ആശയങ്ങൾ വന്ന ഒരു സംവാദമായിരുന്നു.